ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കളിയാട്ട ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് കളിയാട്ടത്തിന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മമ്പ്രം ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞാനിപ്പം പോകുന്നത്. തിരുവങ്ങാടി കഴിഞ്ഞു നമ്മൾ മമ്പ്രം ബൈപ്പാസിൽ ഇതാ മമ്പ്രം പുഴ എത്തിയിട്ടുണ്ട്. ഇതാണ് മമ്പ്രം പുഴ. അപ്പോൾ ഈ പാലത്തിൽ നേരെ പോയിട്ട് വേണം മമ്പ്രം മക്കാമിലെത്താൻ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മമ്പ്രം മക്കാമിലേക്കുള്ള വഴി. അപ്പോൾ മമ്പ്രം എത്തിയിട്ടുണ്ട്. അപ്പം ജുമായയുടെ സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. കടകളൊക്കെ ഏകദേശം അടവാണ്. ആ ജുമായ കഴിഞ്ഞ് ആളുകളൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇന്നലെയായിരുന്നു ആ ചടങ്ങ്. അതായത് കളിയാട്ടക്കാവിലേക്ക് ഇവിടെ ഒരു വരവ് ഈ ഭാഗത്തുനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജുമായയുടെ ദിവസമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. ആളുകളൊക്കെ ഇങ്ങനെ ജുമായ കഴിഞ്ഞ് ഇറങ്ങുന്നതും പിന്നെ അതുപോലെ ചികിത്സയ്ക്കും മറ്റുമായിട്ട് വരുന്ന ആളുകൾ കുറഞ്ഞ തിരക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് പോവുകയാണ്. ഇതാണ് ഇപ്പോൾ മമ്പ്രം പുതിയ പള്ളി. അപ്പോൾ ഇവിടെയും എന്താ ജുമായ കഴിഞ്ഞ് തുറന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇനി നേരെ നമ്മൾ ചെമ്മാട് വഴി വേണം കളിയാട്ടം മുക്കിലേക്ക് പോകാൻ. ഇതാണ് മമ്പ്രം, നമ്മുടെ നാട്ടിലെ ഇടുങ്ങിയ ബൈപ്പാസ് എന്ന് പറയില്ലേ, അതാണിത്. അപ്പോൾ ചെമ്മാട് കഴിഞ്ഞ് നേരെ ഇനി നമ്മൾ കളിയാട്ടം മുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാറക്കടവ് പുഴയാണ് കേട്ടോ അത്. മമ്പ്രത്തുനിന്ന് വരുന്ന പുഴ നേരെ ഇങ്ങനെ വന്നിട്ടാണ് നമ്മളെ കടലിൽ ചെന്ന് പതിക്കുന്നത്. അപ്പോൾ ഈ പാലം കടന്നാൽ മൂന്നിയൂരായി. അതാ ഇവിടുന്ന് തന്നെ കളിയാട്ടത്തിൻ്റെ ആരവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ചെറിയ തിരക്കൊക്കെ ഇവിടുന്ന് തന്നെ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഈ 12:30 മണി ആയതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ മുട്ടിയറ എന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ കളിയാട്ടക്കാവിലേക്ക് പോകുന്നത്. ഈ പോകുന്ന അമ്മമാരെല്ലാം കളിയാട്ടക്കാവിലേക്കുള്ള കാഴ്ചക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഏകദേശം ഇപ്പോൾ മൂന്നിയൂര് പാറക്കടവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പാണ് ഈ മുട്ടിയറ എന്ന് പറഞ്ഞ സ്റ്റോപ്പ്. ഈ കളിയാട്ടം എന്ന് പറഞ്ഞാൽ ഈ മലബാർ ഏരിയയിലെ ഉത്സവങ്ങളുടെ അവസാനമാണ് കേട്ടോ. ഈ കളിയാട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉത്സവകാലം കഴിഞ്ഞു എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലേൻ്റെ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഈ കളിയാട്ടത്തിനായിട്ട് ആളുകൾ എത്തുന്നുണ്ട്. ഈ കളിയാട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഈ കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ, അതുപോലെ ചെടികൾ, അങ്ങനെ നിരവധി സാധനങ്ങളെല്ലാം ഈ കച്ചവടത്തിനായിട്ട് വെച്ചിട്ടുണ്ടാവേ. അപ്പോൾ കണ്ട പൂക്കൾ വിൽക്കുന്ന ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ കണ്ട കുട്ടികൾക്കുള്ള ടോയ്സ്, അതുപോലെ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് ഉണ്ടാവേ. അപ്പോൾ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മൈൻഡിൽ വരുന്ന സംഭവമാണ് ഈ ജിലേബി. നമ്മുടെ നാട്ടിൽ ഈ ശർക്കര മിഠായി എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊരു ഉത്സവത്തിൻ്റെ പ്രധാന ഒരു വിഭവമാണ്. അതുപോലെ കണ്ടോ കസ്തൂരി മഞ്ഞൾ, അങ്ങനെ തുടങ്ങി കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇത് കുട്ടികൾക്ക് കളിക്കുന്ന ഈ കവണ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നിരവധി സാധനങ്ങൾ. ഇതുപോലെ കത്തികൾ. ഈ കളിയാട്ടം കാണാൻ വരുന്നവരൊന്നും വെറും കൈയോടൊന്നും വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല. കാരണം അത്രയും സാധനങ്ങളുണ്ടാവും. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പല സാധനങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ കണ്ട ഇത് വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ഈ കാടമുട്ട കൊണ്ടുള്ള കബാബാണ് കേട്ടോ. അതൊരു നോർത്ത് ഇന്ത്യക്കാരനാണ്, അദ്ദേഹം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിമുട്ട കൊണ്ടുള്ള കുൽഫി, അങ്ങനെ വ്യത്യസ്തങ്ങളായ പല വിഭവങ്ങളും അദ്ദേഹം ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ കളിയാട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നിരവധി സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ തൊട്ടടുത്ത് മൺപാത്രങ്ങളാണ്. അപ്പോൾ ഇവിടെ കണ്ട നമ്മുടെ ഉണ്ണിയേട്ടനുണ്ട്. ഉണ്ണിയേട്ടൻ രാവിലെ തന്നെ വന്നതാണ് കളിയാട്ടം കാണാനായിട്ട്. അപ്പോൾ പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഈ മുട്ടിയറ എന്ന സ്ഥലത്തെത്തിട്ടോ. വരവുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം തിരക്കായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തിരക്ക് നിയന്ത്രിക്കുന്നുണ്ട്. ഇതിപ്പോൾ വരവ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം രാത്രി വരെ ഈ വരവ് വന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിട്ടോ ഇവിടുന്ന് അങ്ങോട്ട്.
കളിയാട്ടക്കാവിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു ആൽത്തറയിൽ പ്രദക്ഷിണം വെച്ചിട്ടാണ് വരവുകളൊക്കെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഇവിടെ കണ്ട വെറ്റില മുറുക്കുന്നവർക്ക് വെറ്റില മുറുക്കാൻ, അതുപോലെ സംഭാരം ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ കളിയാട്ടക്കാവിൻ്റെ തുടക്കം. ഇവിടെ ഇങ്ങനെയായിട്ട് വലിയൊരു കുളവും അതിനോട് ചേർന്ന് വലിയൊരു പാലമരവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലയെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് ആ വയലോരം ചേർന്നിട്ട് ഇങ്ങനെയാണ് കളിയാട്ടക്കാവിലേക്ക് ഈ വരവുകളൊക്കെ പോവാറ്. ഇപ്രാവശ്യം കാലവർഷം നേരത്തെ ആയതുകൊണ്ട് തന്നെ പാടത്തൊക്കെ നല്ല വെള്ളമാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് നിറയെ കച്ചവടക്കാർ ഈ പാടത്ത് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ പ്രാവശ്യം വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ കച്ചവടക്കാരൊക്കെ കുറവാണ്.
ഏകദേശം 4 മണിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ആൽത്തറയുടെ അവിടെ നിന്ന് പിന്നിലേക്കൊരു ഇടവഴിയുണ്ട്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ തോടൊക്കെ നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഇടവഴിക്ക് ഇങ്ങനെ കയറിയാൽ നമ്മളെ അമ്പലത്തിൻ്റെ പിന്നിലേക്കായിട്ട് എത്താൻ പറ്റും. അപ്പോൾ ഈ വർഷത്തെ ഉത്സവകാലം ഇവിടെ തീരുവാണ്. ഈ കളിയാട്ടം ഇനിയും രാത്രി ഏറെ വൈകി നീണ്ടു നിൽക്കും. നമുക്ക് തിരിച്ചു പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോരുവാണ്. അപ്പോൾ ഈ ഉത്സവകാലം ഇവിടെ സമാപിക്കുകയാണ്.